തിരിച്ചറിയാം, തിരുത്താം, മടങ്ങിവരാം ഇന്നു തന്നെ. പ്രിയ ദൈവജനമേ, 100 ദിവസത്തെ ബൈബിൾ ധ്യാനം കത്തോലിക്ക സഭയുടെ അംഗീകൃതമായ 73 പുസ്തകങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന ഗ്രന്ഥത്തിലെ കാലാനുക്രമമായ വീക്ഷണം പിന്തുടർന്ന് സൃഷ്ടി മുതൽ പിതാക്കന്മാർ, പ്രവാസം, പ്രവാചകന്മാർ എന്നിവയിലൂടെ കടന്ന് ഈശോ മിശിഹായിലെ പൂർത്തീകരണവും ആദിമസഭയുടെ ചരിത്രവും നാം ഇതിലൂടെ ധ്യാനിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകുക. ഓരോ ദിവസത്തെയും വചന പ്രഘോഷണം ശ്രവിച്ചതിന് ശേഷം അതിന് ആധാരമായ ബൈബിൾ ഭാഗങ്ങൾ വ്യക്തിപരമായി വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയുടെ മധ്യത്തിലോ വാരാന്ത്യത്തിലോ നല്ലൊരു കുമ്പസാരവും നടത്തി ഹൃദയങ്ങളെ ഒരുക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടെ മിശിഹായെ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങിവരാം ഇന്നു തന്നെ. പ്രിയ ദൈവജനമേ, 100 ദിവസത്തെ ബൈബിൾ ധ്യാനം കത്തോലിക്ക സഭയുടെ അംഗീകൃതമായ 73 പുസ്തകങ്ങളെയും പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതാണ്. വിശുദ്ധ അഗസ്തീനോസിന്റെ സിറ്റി ഓഫ് ഗാഡ് എന്ന ഗ്രന്ഥത്തിലെ കാലാനുക്രമമായ വീക്ഷണം പിന്തുടർന്ന് സൃഷ്ടി മുതൽ പിതാക്കന്മാർ, പ്രവാസം, പ്രവാചകന്മാർ എന്നിവയിലൂടെ കടന്ന് ഈശോ മിശിഹായിലെ പൂർത്തീകരണവും ആദിമസഭയുടെ ചരിത്രവും നാം ഇതിലൂടെ ധ്യാനിക്കുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ പോഡ്കാസ്റ്റ് ലഭ്യമാകുക. ഓരോ ദിവസത്തെയും വചന പ്രഘോഷണം ശ്രവിച്ചതിന് ശേഷം അതിന് ആധാരമായ ബൈബിൾ ഭാഗങ്ങൾ വ്യക്തിപരമായി വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. ആഴ്ചയുടെ മധ്യത്തിലോ വാരാന്ത്യത്തിലോ നല്ലൊരു കുമ്പസാരവും നടത്തി ഹൃദയങ്ങളെ ഒരുക്കുവാനും വിശുദ്ധ കുർബാനയിലൂടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധിയോടെ മിശിഹായെ സ്വീകരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വചനത്തോടൊപ്പം സഞ്ചരിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. സംഖ്യയുടെ പുസ്തകം 1 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ യാത്രയാണിത്. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ വിശുദ്ധീകരിക്കുന്നുവെന്നും നിത്യജീവനിലേക്ക് നയിക്കുന്നുവെന്നും നമുക്ക് ധ്യാനിക്കാം. അധ്യായങ്ങൾ 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. സീനായ് മരുഭൂമിയിൽ കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തെ ഗോത്രങ്ങൾ തിരിച്ച് എണ്ണുന്നതിനെക്കുറിച്ചാണ് ഈ അധ്യായങ്ങൾ പ്രതിപാദിക്കുന്നത്. ദൈവത്തിന് മുൻപിൽ ഓരോ വ്യക്തിയും അമൂല്യയാണ്. അവിടുന്ന് തൻ്റെ ജനത്തെ ക്രമത്തോടെ നയിക്കുന്നുവെന്നും സെൻസസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലേവ്യരെ തിരുനിവാസത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം മാറ്റിവെച്ചതിലൂടെ ആരാധനയുടെ പ്രാധാന്യം പിതാവായ ദൈവം വ്യക്തമാക്കുന്നു. വിശുദ്ധ കൂടാരത്തിന് ചുറ്റും പാളയമടിക്കുന്ന ഗോത്രങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം ദൈവമായിരിക്കണം എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ഈ ക്രമീകരണങ്ങൾ കേവലം സംഖ്യകളല്ല, മറിച്ച് ദൈവജനത്തിന്റെ കെട്ടുറപ്പിന്റെയും അവിടുത്തെ സാന്നിധ്യത്തിന്റെയും അടയാളങ്ങളാണ്. പിതാക്കന്മാരുടെ മനസ്സ് പഠിപ്പിക്കുന്നത് പോലെ ഈ ക്രമീകരണം സ്വർഗീയ ജെറുസലേമിന്റെ ഒരു നിഴലാണ്. അധ്യായങ്ങൾ 4 മുതൽ 6 വരെ. ലേവി പുത്രന്മാരുടെ പ്രത്യേക ചുമതലയെക്കുറിച്ചും പാളയത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചും നാസീർ വ്രതത്തെക്കുറിച്ചും ഈ ഭാഗം നമ്മോട് സംസാരിക്കുന്നു. സമാഗമ കൂടാരത്തിലെ അതിവിശുദ്ധമായ വസ്തുക്കൾ വഹിക്കാനുള്ള ലേവ്യരുടെ ഉത്തരവാദിത്തം സഭാ ശുശ്രൂഷകർക്ക് വലിയ മാതൃകയാണ് നൽകുന്നത്. പാപവും അശുദ്ധിയും നീക്കം ചെയ്ത് ദൈവത്തെ സമീപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ശുദ്ധീകരണ നിയമങ്ങൾ നമ്മുടെ ആത്മീയ ഒരുക്കത്തെ സൂചിപ്പിക്കുന്നു. നസീർ വ്രതം എടുക്കുന്നവർ ലോകത്തിന്റെ സുഖഭോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത വെളിപ്പെടുത്തുന്നു. അധ്യായം 6 കാണുന്ന പ്രസിദ്ധമായ അഹറോന്റെ ആശീർവാദം ദൈവത്തിന്റെ കരുണയും സമാധാനവും ജനത്തിന്മേൽ വർഷിക്കുന്നു. നാം ഓരോരുത്തരും ദൈവത്തിന്റെ സവിശേഷമായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഈ വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധരായ പിതാക്കന്മാർ നാസീർ വ്രതത്തെ ക്രിസ്തുവിലുള്ള പൂർണ്ണ സമർപ്പണത്തിന്റെ മുന്നോടിയായി കണ്ടിരുന്നു. അധ്യായങ്ങൾ 7 മുതൽ 9 വരെ. തിരുനിവാസത്തിന്റെ പ്രതിഷ്ഠാ സമയത്ത് ഗോത്രത്തലവന്മാർ അർപ്പിച്ച വഴിപാടുകളെയും വിളക്കുകൾ കൊളുത്തുന്നതിനെ പറ്റിയും ഇവിടെ നാം വായിക്കുന്നു. ഓരോ ഗോത്രവും ഒരേപോലെ വഴിപാടുകൾ സമർപ്പിച്ചത് ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാവർക്കും തുല്യ സ്ഥാനമുണ്ടെന്ന് കാണിക്കുന്നു. പെസഹ തിരുനാൾ ആഘോഷിക്കാനുള്ള കൽപ്പന വഴി ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തെ ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പടി തെറ്റാതെ നീങ്ങാൻ
മേഘസ്തംഭത്തിലൂടെയും അഗ്നിസ്തംഭത്തിലൂടെയും ദൈവം തൻ്റെ ജനത്തെ വഴി നയിക്കുന്നത് ആശ്ചര്യകരമായ കാഴ്ചയാണ്. ഈ മേഘസ്തംഭം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വഴികാട്ടലായി നിലകൊള്ളുന്നു. ലേവ്യരെ വിശുദ്ധീകരിക്കുന്ന ചടങ്ങുകൾ നമ്മെ ജ്ഞാനസ്നാനത്തിൻ്റെ കൃപയിലേക്കും ദൈവവിളിയിലേക്കും തിരികെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവൾ ഒന്നിനും ഭയപ്പെടേണ്ടതില്ലെന്ന് സഭ പഠിപ്പിക്കുന്നു. അധ്യായങ്ങൾ 10 മുതൽ 12 വരെ. യാത്രയ്ക്കുള്ള പുറപ്പാടും ജനത്തിൻ്റെ പിറുപിറുപ്പും. മോശയുടെ അധികാരത്തിനെതിരെയുള്ള കലഹമാണ് ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത്. വെള്ളിക്കാഹളങ്ങൾ മുഴങ്ങുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കാനുള്ള നമ്മുടെ കടമയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഭക്ഷണത്തെ ചൊല്ലി ജനം പരാതിപ്പെടുമ്പോൾ അവർ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ മറന്നുപോകുന്നു. മിരിയാമും അഹറോനും മോശയ്ക്കെതിരെ സംസാരിച്ചപ്പോൾ ഉണ്ടായ ശിക്ഷ ദൈവത്തിൻ്റെ അഭിഷിക്തരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ഗൗരവം വ്യക്തമാക്കുന്നു. ആത്മീയ യാത്രയിൽ ക്ഷമയും വിനയവും എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യകാല സഭയിലെ പിതാക്കന്മാർ മോശയുടെ വിനയത്തെ നമ്രത ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ മുൻരൂപമായി വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മെ വഴിതെറ്റിക്കുമ്പോഴും ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. അധ്യായങ്ങൾ 13 മുതൽ 15 വരെ. കാനാൻ ദേശം നിരീക്ഷിക്കാൻ പോയ ചാരന്മാരുടെ റിപ്പോർട്ടും അത് ജനത്തിലുണ്ടാക്കിയ ഭയവുമാണ് ഈ അധ്യായങ്ങളുടെ കേന്ദ്രബിന്ദു. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നതിന് പകരം സ്വന്തം ബലഹീനതയിൽ നോക്കിയ 10 പേർ ജനത്തെ നിരാശയിലാക്കി. എന്നാൽ ജോഷുവയും കേലബും ദൈവത്തിലുള്ള വിശ്വാസത്താൽ ധൈര്യം പ്രകടിപ്പിച്ചു. ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു പാഠവുമാണ്. ഈ അവിശ്വാസം കാരണം 40 വർഷം മരുഭൂമിയിൽ അലയാൻ ദൈവം അവരെ വിധിക്കുന്നത് പാപത്തിൻ്റെ കഠിനമായ ഫലങ്ങളെ കാണിക്കുന്നു. പിന്നീട് നൽകുന്ന ബലി നിയമങ്ങൾ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള വഴികളായി വർത്തിക്കുന്നു. മനഃപൂർവ്വം ചെയ്യുന്ന പാപത്തിനെതിരെ നൽകുന്ന മുന്നറിയിപ്പ് നമ്മുടെ ആത്മീയ ജാഗ്രതയെ ഉണർത്തട്ടെ. അവിശ്വാസത്തിൻ്റെ അന്ധകാരം നീക്കി വിശ്വാസത്തിൻ്റെ പ്രകാശത്തിലേക്ക് വരാൻ വചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അധ്യായങ്ങൾ 16 മുതൽ 18 വരെ. കോറഹിൻ്റെ കലാപവും അഹറോന്റെ വടി തളിർത്ത അത്ഭുതവും പുരോഹിത ശുശ്രൂഷയുടെ ദൈവികമായ അംഗീകാരത്തെ ഉറപ്പിക്കുന്നു. അധികാരം തട്ടിയെടുക്കാൻ ശ്രമിച്ചവർക്ക് നേരിട്ട വിനാശം ദൈവത്തിൻ്റെ ക്രമീകരണങ്ങളെ ആരും ചോദ്യം ചെയ്യരുത് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അഹറോന്റെ വടി തളിർത്തത് മരണമില്ലാത്ത പുരോഹിതനായ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രതീകമായി ആദ്യകാല സഭ വ്യാഖ്യാനിച്ചു. ലേവ്യർക്കും പുരോഹിതർക്കും നൽകേണ്ട ഓഹരികളെക്കുറിച്ച് ദൈവം വ്യക്തമാക്കുന്നത് അവർക്ക് ദൈവം തന്നെയാണ് അവകാശമെന്ന് കാണിക്കാനാണ്. വിശുദ്ധമായ ശുശ്രൂഷകൾക്കായി വിളിക്കപ്പെട്ടവർക്ക് ദൈവത്തിലുള്ള ആശ്രയം മാത്രമാണ് നിലനിൽപ്പിന് ആധാരം. ഈ അധ്യായങ്ങൾ സഭയിലെ പൗരോഹിത്യത്തിൻ്റെയും ശുശ്രൂഷാക്രമങ്ങളുടെയും പ്രാധാന്യത്തെ ആഴത്തിൽ ബോധ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ചവർ അവിടുത്തെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. മനുഷ്യഹൃദയത്തിൽ ലോകത്തിന് നൽകാൻ കഴിയാത്ത ഒരു വലിയ ദാഹമുണ്ട്. അത് ദൈവത്തിനായുള്ള ദാഹമാണ്. മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തിൻ്റെ അലച്ചിൽ യഥാർത്ഥത്തിൽ ഈ ആത്മീയ ശൂന്യതയെയാണ് അടയാളപ്പെടുത്തുന്നത്. ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും ദൈവവചനം മാത്രമാണ് ആത്മാവിന് ശാശ്വതമായ സമാധാനം നൽകുന്നത്. ദൈവത്തിൽ നിന്ന് നാം അകലുമ്പോൾ നാം അനുഭവിക്കുന്ന ശൂന്യത അവിടുത്തെ സന്നിധിയിൽ മാത്രമേ നിറയ്ക്കപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. ലേവ്യ പുസ്തകത്തിലെയും സംഖ്യ പുസ്തകത്തിലെയും ശുദ്ധീകരണ കർമ്മങ്ങൾ നമ്മെ പാപത്തിൽ നിന്ന് കഴുകുന്ന കുമ്പസാരമെന്ന കൂദാശയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മരുഭൂമിയിൽ ദൈവം നൽകിയ മന്നയും പാറയിൽ നിന്ന് ഒഴുകിയ വെള്ളവും വിശുദ്ധ കുർബാനയുടെ മുൻരൂപങ്ങളാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാം ഒരുങ്ങുമ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ബലിപീഠത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന കൃപാവരങ്ങൾ മരുഭൂമിയിലെ നമ്മുടെ യാത്രയിൽ ശക്തി പകരുന്നു. പ്രിയ സഹോദരങ്ങളെ, നാം ഈ ഭൂമിയിൽ തീർത്ഥാടകരാണെന്നും സ്വർഗീയ ജെറുസലേമാണ് നമ്മുടെ ലക്ഷ്യമെന്നും വചനം ഓർമ്മിപ്പിക്കുന്നു.
മരുഭൂമിയിലെ ഓരോ പരീക്ഷണവും ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഒരുക്കുന്നതായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതവും അന്ത്യവിധിക്കുള്ള ഒരുക്കമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ നാം നിത്യമായ സന്തോഷത്തിന് അർഹരായിത്തീരുന്നു. ക്രിസ്തുവെന്ന ശരിയായ വഴികാട്ടി അനുഗമിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനാകൂ. വിശുദ്ധ ബൈബിൾ POC കത്തോലിക്ക പതിപ്പിൽ നിന്ന് ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. വചനം വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ഈശോയുമായി നിങ്ങളെ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിപ്പോൾ ശ്രവിച്ച വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഫലം പുറപ്പെടുവിക്കട്ടെ. ലൗകിക മോഹങ്ങളിൽ തളച്ചിടപ്പെടാതെ അങ്ങയുടെ സത്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തിന് സാക്ഷികളാകാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആമേൻ.